കേരളത്തിൽ ഈ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ മൊത്തം 27 ശമ്പള സ്കെയിലാണ് കമ്മീഷൻ നിശ്ചയിച്ചതും ഗവൺമെന്റ് കൊടുത്തതും 27 ശമ്പള സ്കെയിൽ. ആ ശമ്പള സ്കെയിലിൽ 14-ാമത്തെയും 15-ാമത്തെയും 16-ാമത്തെയും ശമ്പള സ്കെയിലാണ് താഴെ നിന്ന് മേലോട്ട് നോക്കിയാൽ 16-ാമത്തെ ശമ്പള സ്കെയിലാണ് ഹെഡ്മാസ്റ്റർമാർ എത്തി നിൽക്കുന്നത്. ഇനി സഹാധ്യാപകന്റെ നോക്കിക്കഴിഞ്ഞാൽ 8-ാമത്തെ സ്റ്റേജിലാണ് ഒരു സഹാധ്യാപകന്റെ തുടക്ക സ്കെയിൽ. സഹാധ്യാപകന്റെ ഹയർ ഗ്രേഡ് എന്ന് പറയുന്നത് 10-ാമത്തെ സ്കെയിലാണ്. സഹാധ്യാപകന്റെ സീനിയർ ഗ്രേഡ് എന്ന് പറയുന്നത് 12-ാമത്തെ സ്കെയിലാണ്. സഹാധ്യാപകന്റെ സെലക്ഷൻ ഗ്രേഡ് എന്ന് പറയുന്നത് സ്കെയിലിന്റെ 13-ാം നമ്പർ സ്കെയിലാണ്. സ്കെയിൽ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന അധ്യാപകര് 2025 ആകുമ്പോഴേക്കും, അതായത് 60 കൊല്ലം പിന്നിടുമ്പോഴേക്കും ഈ പറയുന്ന സഹാധ്യാപകരുടെ 8-നെയും 10-നെയും 12-നെയും ഒപ്പം 13-നെയും മറികടന്ന് 14, 15, 16 സ്കെയിൽ, 16-ാമത്തെ സ്കെയിലാണ് ഹെഡ്മാസ്റ്റർ സീനിയർ ഗ്രേഡ്, 2-ാമത്തെ ഗ്രേഡ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എത്തിപ്പിടിച്ചത് ഇതാരും സൗജന്യമായി വിളിച്ചു തന്നൊന്നുമല്ല. ഈ ഒരു 0-ൽ നിന്ന് ഈ 2025-ലെ 16-ാമത്തെ സ്കെയിൽ, ഇനി നമ്മുടെ മേലെ എത്രയേ ഉള്ളൂ? 11 സ്കെയിൽ മാത്രമേ ഉള്ളൂ. 27 സ്കെയിൽ ആകെയുള്ളൂ. അഡീഷണൽ സെക്രട്ടറിയാണ് അവസാനത്തെ റാങ്കിലുള്ളത്. അവരുടെ ശമ്പള സ്കെയിലാണ് ഏറ്റവും 1-ാമത്തെ സ്കെയിൽ. അപ്പം നമ്മുടെ 1-ാമത്തെ അല്ല, ഏറ്റവും അടിയിലുള്ള 27-ാമത്തെ. അപ്പൊ 27-ാമത്തെ സ്കെയിലിലെ അഡീഷണൽ സെക്രട്ടറിയുടെ ആ റാങ്കിലുള്ള ഏകദേശം പകുതിയിൽ, കാരണം പകുതി എന്ന് പറയാൻ എത്രയാ? 27-ന്റെ പകുതി 13-ആണ്. നമുക്ക് 14, 15, 16 സ്കെയില്. അപ്പൊ പകുതിക്ക് മേലെയുള്ള ഒരു സ്കെയില് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഈ KPPHയുടെ പിറവി കൊണ്ടുണ്ടായ ഏറ്റവും വലിയ സൗഭാഗ്യം. ഇനി മറ്റൊരു വശത്തിൽ പറഞ്ഞാൽ, ഈ കേരളത്തിലെ മുഴുവൻ പ്രധാന അധ്യാപകരെയും, ഈ ജീവനക്കാരെയും, പ്രധാന അധ്യാപകരെയും ജീവനക്കാരെയും എല്ലാവരെയും, സർക്കാർ ശമ്പളം പറ്റുന്ന എല്ലാവരെയും 4 ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുണ്ട്. അതില് ഉയർന്ന ശമ്പളക്കാര് എത്രയാണെന്നറിയോ? ബേസിക് പേയുടെ തുടക്കം, സ്കെയിലിന്റെ സ്റ്റാർട്ടിങ് 77,200 രൂപയോ അതിന് മുകളിലോ ഒരു ശമ്പള സ്കെയിലിന്റെ തുടക്കം വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഗ്രേഡുകാര്. അതായത് അഡീഷണൽ സെക്രട്ടറി, DD, AO അവരൊക്കെ എന്തിൽ വരുന്നതാ? AO അല്ല, DD-മാരും അതേപോലുള്ള റാങ്കിലുള്ള ഉന്നത ശമ്പളക്കാരൊക്കെ ഗ്രേഡിൽ വരുന്നത്. ഇനി B ഗ്രേഡിൽ വരുന്നത് 50,200 ശമ്പള സ്കെയിലിന്റെ മിനിമം 50,200, ഈ 77,200 താഴെ ഇടക്ക് വരുന്ന ആളുകൾ B ഗ്രേഡാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, പിന്നെ അതിന്റെ അടിയിൽ C ഉണ്ട്, അതിന്റെ അടിയിൽ D ഉണ്ട്. അപ്പം നമ്മളുള്ളത് ഹെഡ്മാസ്റ്റർമാരുടെ ശമ്പള സ്കെയിൽ പറ്റുന്ന എല്ലാവരും ഉള്ളത് B ഗ്രേഡിലാണ്. അപ്പൊ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, സർക്കാരിന്റെ പിന്നെ വിലയിരുത്തലിൽ പ്രൈമറി ഹെഡ്മാസ്റ്റർമാർ നിൽക്കുന്നത് Bയിലാണ്, Aക്ക് തൊട്ട താഴെയുള്ള ഗ്രേഡിലാണ്. അപ്പൊ അവിടെയും നമ്മൾ എത്തിച്ചത് ഈ സംഘടനയാണ്, ഈ KPPH. ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെയൊക്കെ നിങ്ങൾ പറഞ്ഞു കാണും. 1966 ഉണ്ണിത്താൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടില് പിന്നെ ഹെഡ്മാസ്റ്റർമാർക്ക് ഒരു ശമ്പള സ്കെയിൽ ആ ഉണ്ണിത്താൻ കമ്മീഷൻ കൊടുത്തു. ശമ്പള സ്കെയിൽ എത്രയാണെന്നറിയോ? 130, 250. 130 അന്നത്രയേ ഉള്ളൂ ശമ്പളം. ഒരു സഹാധ്യാപകന്റെ ശമ്പള സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 40. അപ്പൊ 130, 250 ശമ്പള സ്കെയിലാണ് അന്നത്തെ കമ്മീഷൻ നിശ്ചയിച്ച ശമ്പള സ്കെയിൽ. അങ്ങനെ കമ്മീഷൻ ശമ്പള സ്കെയിൽ നിശ്ചയിച്ച റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം
ഈ റിപ്പോർട്ടിനെ പറ്റിയുള്ള ചർച്ച നടത്താൻ വേണ്ടി അധ്യാപക സംഘടനകളെയും സർക്കാർ ജീവനക്കാരെയും വിളിച്ചു. അന്ന് പ്രൈമറി മേഖലയിലുള്ള ഒരേ ഒരു സംഘടന KAPT യൂണിയനാണ്. ഈ KAPT യൂണിയൻ എങ്ങനെ ഉണ്ടായതെന്ന് അറിയോ നിങ്ങൾ? ഈ 1956 ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അന്ന് അതിനു മുമ്പ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ വെവ്വേറെയാണ്. അപ്പോൾ തിരുവിതാംകൂറിലുള്ള അധ്യാപകർക്ക് അവിടെ പ്രത്യേക സംഘടന, കൊച്ചിയിലെ അധ്യാപകർക്ക് അവിടെ പ്രത്യേക സംഘടന, മലബാറിലെ അധ്യാപകർക്ക് മലബാറിൽ പ്രത്യേക സംഘടന. ഇവർ തമ്മിൽ 3 സർക്കാരിന്റെ കീഴിലാണുള്ളത്, ഇവർ 3. അപ്പോ ഈ മൂന്നാമത്തെ മലബാറിലുള്ള സംഘടനയുടെ പ്രൈമറി അധ്യാപക സംഘടനയുടെ പേര് MATU എന്നാണ്, മലബാർ ഏരിയ ടീച്ചേഴ്സ് യൂണിയൻ. അപ്പൊ MATU ഈ പറയുന്ന കൊച്ചിയിലെയും മറ്റേ തിരുവിതാംകൂറിലെയും പ്രൈമറി അധ്യാപക സംഘടനകളെല്ലാം കേരള സംസ്ഥാനം ഏകീകരിക്കപ്പെട്ടതോടുകൂടി ഇവരെല്ലാം ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് KAPT. പിന്നെ പ്രൈമറി മേഖലയിൽ ഒരേ ഒരു സംഘടന. ഇവരെയും വിളിച്ചു സർക്കാർ ഈ പേ കമ്മീഷൻ റിപ്പോർട്ടിൽ ചർച്ചയ്ക്ക്. അവരുന്നയിച്ചത് ഒരു വിഭാഗം, വളരെ ചുരുങ്ങിയ വിഭാഗം ഒരു പ്രധാന അധ്യാപകർക്കായി ഒരു സ്പെഷ്യൽ ഗ്രേഡ് കൊടുക്കുന്ന കാര്യം ശരിയല്ല. ഒരു 15 കൊല്ലം സർവീസുള്ള മുഴുവൻ അധ്യാപകർക്കും ഒരു സ്പെഷ്യൽ ഗ്രേഡ് കൊടുക്കണം എന്ന വാദം ഉന്നയിച്ചു. അവർ ശഠിച്ചു, ആ വാദത്തിൽ ശഠിച്ചു നിന്നു. ഒടുവിൽ ഗവൺമെന്റ് അതിന് വഴങ്ങി. നമുക്ക് തരാൻ കമ്മിറ്റി നിശ്ചയിച്ച ഒരു സ്പെഷ്യൽ ഗ്രേഡ് ആർക്ക് കൊടുത്തു? ഈ മുഴുവൻ അധ്യാപകർക്കായിട്ട് കൊടുത്തു. ഉത്തരവ് വന്നു. ഈ കമ്മീഷൻ റിപ്പോർട്ടില് ഇത്ര മനോഹരമായ ഒരു ശമ്പള സ്കെയിൽ പ്രധാന അധ്യാപകർക്ക് ഉണ്ടെന്നറിഞ്ഞപ്പോൾ, പത്രത്തിലൊക്കെ വരുമല്ലോ, ഈ കേരളത്തിലെ പല സ്കൂളിലെയും പ്രധാന അധ്യാപകര് ഈ മധുര പലഹാരം വിതരണം ചെയ്തിട്ടുണ്ട്. ലഡു വിതരണം, കേക്ക് മുറിക്കല്, അങ്ങനെ കേരളത്തിൽ പല സ്കൂൾ അധ്യാപകർ ആവശ്യപ്പെട്ടെന്ന ഹെഡ്മാസ്റ്റർമാർക്ക് ഒരു പുതിയ ശമ്പള സ്കെയിൽ വന്നിട്ടുണ്ട്, ഉയർന്ന ശമ്പളമാണ്, അതുകൊണ്ട് ഹെഡ്മാസ്റ്റർ വക ലഡു വേണം, കേക്ക് വേണം, അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടു. ചിലർ സ്വമേധയാ കൊടുത്തു. കേക്ക് മുറിയും ലഡു വിതരണവും കേരളം മുഴുവൻ നടന്നു. ഈ ഉത്തരവ് വന്നപ്പോ ഈ ലഡു കൊടുത്തവരൊക്കെ സങ്കടപ്പെട്ടു. ഇത് കഴിച്ചവർക്കും സങ്കടമായി. കാരണം ഈ സ്കെയിലുണ്ടെന്ന് അറിഞ്ഞിട്ടില്ലേ ലഡു വാങ്ങി നമ്മൾ കഴിച്ച്, അതില്ലാതായപ്പോലുള്ള ജാള്യത അവർക്ക്. ഇത് നഷ്ടപ്പെട്ടതിന്റെ സങ്കടം മാഷമാർക്കും. ഒടുവിൽ ഈ ഒരു അവസ്ഥയിൽ അമർഷം തോന്നിയ ഒരുപാട് പ്രധാനാധ്യാപകർക്ക് അമർഷം തോന്നി. അവർ മൗത്ത് ടു മൗത്തായിട്ട് അടക്കം പറയാൻ തുടങ്ങി. ഈ പറയുന്ന KAPT യൂണിയന്റെ ചതി പ്രയോഗത്തെപ്പറ്റി ഹെഡ്മാസ്റ്റർമാർ പ്രചരണം നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഈ KAPT യൂണിയൻ ഒരു കൺവെൻഷൻ വിളിക്കുന്നത്. എവിടെയാണെന്നറിയോ? തൃശ്ശൂരിലെ നമ്പൂതിരി സ്കൂളിലാണ് കൺവെൻഷൻ വിളിച്ചത്. ഈ കൺവെൻഷൻ വിളിച്ചത് എന്തിനാ? വിളിച്ചിട്ട് നേതാക്കന്മാർ പ്രസംഗിച്ച എന്താ? ഈ കേരളത്തിലെ എയ്ഡഡ് പ്രൈമറി അധ്യാപകർക്ക് ഒരു ഗ്രേഡ്, 15 കൊല്ലത്തെ ഗ്രേഡ് ഞങ്ങൾ ഇടപെട്ട് വാങ്ങി തന്നിട്ടുണ്ട്. നമ്മുടെ നേതാക്കന്മാർ 2 ആഴ്ചയോളം തിരുവനന്തപുരത്ത് കാത്തുകെട്ടി കിടന്നിട്ടാണ് ഈ ഒരു ആനുകൂല്യം ഉണ്ടാക്കിയത്. ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ആനുകൂല്യം ഇല്ല. എന്നൊക്കെ വലിയ വീരവാദ പ്രസംഗങ്ങളൊക്കെ അവിടെ കേട്ടു. അങ്ങനെ കേട്ട് അവരുടെ ആവശ്യം എന്താണെന്നറിയോ? ഇതിന്റെ മറവിൽ ഒരു പ്രവർത്തനം കണ്ടുപിടിക്കണം. അല്ലാതെ സന്തോഷം അറിയിക്കാനല്ല ഇവരുടെ ആവശ്യം. അങ്ങനെ ആ സമയത്ത് പലരെയും സംസാരിക്കാൻ വിളിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ റാഫേൽ മാഷ്. അന്ന് ഈ KAPT യൂണിയന്റെ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഉപജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഈ റാഫേൽ മാഷെ പ്രസംഗിക്കാൻ വിളിച്ചു. റാഫേൽ മാഷ് അതിനു മുമ്പ് തന്നെ, ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമാന ദുഃഖിതരായ, അതായത് ഈ സ്കെയിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖിതരായ ആ യോഗത്തിൽ പങ്കെടുത്ത പ്രധാന അധ്യാപകരുമായി ഇങ്ങനെ ആശയവിനിമയം നടത്തിയിരുന്നു അതിനു മുമ്പ് തന്നെ. പക്ഷേ ഈ സബ് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ഇതിൽ പിന്നെ ആ ഒരു സ്ഥാനത്തിൽ ഈ റാഫേൽ മാഷെ സംസാരിക്കാൻ വിളിച്ചു. റാഫേൽ മാഷ് സ്റ്റേജിൽ കയറി. റാഫേൽ മാഷ് പറഞ്ഞു,
ഈ ഉണ്ണിത്താൻ കമ്മീഷൻ കേരളത്തിലെ പ്രൈമറി ഹെഡ്മാസ്റ്റർമാർക്കായി സജസ്റ്റ് ചെയ്ത ഈ ഹെഡ്മാസ്റ്ററുടെ സ്പെഷ്യൽ ഗ്രേഡ് രണ്ടാഴ്ചയോളം തലസ്ഥാന നഗരിയിൽ ചടഞ്ഞുകൂടി അത് തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ തകർത്ത് തരിപ്പണമാക്കിയ നിങ്ങളിൽ നിന്ന് ഇനി കേരളത്തിലെ പ്രൈമറി പ്രധാന അധ്യാപകർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ ഈ ചതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയപ്പോ കൂടെ പിന്നാലെ നേരത്തെ സംസാരിച്ചു വെച്ച ഹെഡ്മാസ്റ്റർമാരും കൂടെ ഇറങ്ങിപ്പോയി. അവർ പല ദിവസങ്ങളായി തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ 1966 ഒക്ടോബർ 8-ാം തീയതി നമ്മുടെ ഈ റാഫേൽ മാഷിന്റെ സ്വന്തം സ്കൂളായ ജനകീയ പാഠശാലയിൽ അദ്ദേഹം ഇവരെയൊക്കെ വിളിച്ചുകൂട്ടി അവിടെ ഒരു യോഗം ചേർന്നു. യോഗത്തിൽ 12 പേര് പങ്കെടുത്തു. ആ യോഗത്തിൽ വി.ആർ. കുട്ടീഷ്ണൻ മേനോനുണ്ട്, വി ആന്റണിയുണ്ട്. ഈ 12 പേരും ആലോചിച്ചു ഇനി എന്താണ് നമ്മുടെ ഭാവി. അവർ തീരുമാനിച്ചു ഈ KIPUT യൂണിയനിൽ നിന്നുകൊണ്ട് KPPHക്ക് പ്രധാന അധ്യാപകർക്കൊന്നും നേടിയെടുക്കാനില്ല, ആവില്ല. അതുകൊണ്ട് പ്രൈമറി പ്രധാന അധ്യാപകരുടെ ഒരു പ്രത്യേക സംഘടനയ്ക്ക് രൂപം കൊടുക്കണം. അങ്ങനെ രൂപം കൊടുക്കാൻ വേണ്ടി ഒക്ടോബർ 16-ാം തീയതി CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരു സ്പെഷ്യൽ കൺവെൻഷൻ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തീരുമാനമെടുക്കുകയും പത്രത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് മലയാളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പത്രമാണ്, കേരളം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു പത്രമാണ് മലയാളം എക്സ്പ്രസ്. മലയാളം എക്സ്പ്രസ് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തു: പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റർമാരുടെ നഷ്ടപ്പെട്ട സ്പെഷ്യൽ ഗ്രേഡ് വീണ്ടെടുക്കുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ കേരള അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റർമാരുടെ ഒരു കൺവെൻഷൻ തൃശൂർ CMS ഹൈസ്കൂളിൽ വെച്ച് 1966 ഒക്ടോബർ 16 ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് ചേരുന്നതാണ്. ഇത് ഒരു ക്ഷണമായി സ്വീകരിച്ച് യോഗത്തിൽ എല്ലാ ഹെഡ്മാസ്റ്റർമാരും സംബന്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് റാഫേൽ കൺവീനർ. അങ്ങനെ ഇതിനൊരു ചെലവ് വേണ്ടേ, വരുന്നവർക്കൊരു ചായ കൊടുക്കണ്ടേ, എന്താണ് വഴിയെന്ന് ആലോചിച്ചു. ഇവരെല്ലാവരും കൂടെ പണം തൽക്കാലം എടുക്കാൻ തീരുമാനിച്ചു, സംഭാവന. അതില് ഇതിൽപ്പെട്ട ഒരാളാണ് മാള ഉപജില്ലയിൽപ്പെട്ട വി ആന്റണി മാഷ്. വി ആന്റണി മാഷ് സംഭാവന തിരിക്കാൻ തീരുമാനിച്ചപ്പോ അയാളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് 25 രൂപ സംഭാവന ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ പ്രധാന പ്രൈമറി അധ്യാപകരുടെ സ്റ്റാർട്ടിങ് ശമ്പളം 40. ഇയാൾ 25 രൂപ എടുത്തു കൊടുത്തു. എല്ലാവരും അത്ര കൊടുത്തില്ലെങ്കിലും കുറേശ്ശെ കൊടുത്ത അവസാനം എണ്ണി നോക്കുമ്പോ 100 രൂപ തികഞ്ഞിട്ടില്ല എന്നാ റാഫേൽ മാഷ് പറഞ്ഞത്. അപ്പോ ആ 100 രൂപയും കൊണ്ടാണ് അവർ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ ഒക്ടോബർ 16 10 മണിക്കാണ് കൺവെൻഷൻ. ആളുകൾ എത്തിത്തുടങ്ങി. 2 KIPUT നേതാക്കന്മാര് ഈ CMS ഹൈസ്കൂളിന്റെ ഗേറ്റിൽ വന്നു നിന്നു. വരുന്നവരെയൊക്കെ മുടക്കുക. നിങ്ങൾ റാഫേൽ മാഷിന്റെ കെണിയിൽ പെട്ടുപോകരുത്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഈ KIPUT തന്നെ ഏറ്റെടുക്കും, നിങ്ങൾക്ക് ഉടനെ തന്നെ ഞങ്ങൾ സ്കെയിൽ വാങ്ങിത്തരും, നിങ്ങളങ്ങനെ വ്യതിചലിച്ച് വേറിട്ട് പോയി ഒരു യോഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഇത് കണ്ടപ്പോ ഹോളിൽ നിന്ന ഈ റാഫേൽ മാഷും സുഹൃത്തുക്കളും വന്ന് ഇവരുമായിട്ട് സംസാരിച്ചു. അവരുമായിട്ട് വാഗ്വാദത്തിലായി. അതായത് ഇത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന വാശി ആർക്ക്? ഈ KIPUT നേതാക്കന്മാർക്ക്. അവസാനം ഒരു കാര്യം സംഭവിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറയാനുള്ളത് ഈ യോഗത്തിൽ വന്ന് പറയാം. അങ്ങനെ സമാധാനപ്പെട്ട് ഈ 2 യൂണിയൻ നേതാക്കന്മാരും കൂടി CMS ഓഡിറ്റോറിയത്തിൽ ഹാളിലെത്തി. യോഗം തുടങ്ങി. വി.ആർ. കുട്ടീഷ്ണൻ മേനോൻ അധ്യക്ഷം വഹിച്ചു. അങ്ങനെ ഈ വി.ആർ. കുട്ടീഷ്ണൻ മേനോൻ തന്നെ ഈ പറയുന്ന KIPUT നേതാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് നമ്മുടെ കാര്യത്തെപ്പറ്റി പറയാൻ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കേൾക്കണം എന്നാവശ്യപ്പെട്ടു. ഉടനെ തന്നെ ഈ ഒരു നേതാവ് കയറി പ്രസംഗിക്കാൻ തുടങ്ങി. നേതാവ് കയറി തുടങ്ങിയതും ബാക്കിൽ നിന്ന് ഗോബാക്ക് വിളിയും ക്ഷേം വിളികളും കൊണ്ട് ഹാള് മുഖരിതമായി. 1-2 ആളല്ല, 357 ആള് ആ യോഗത്തിൽ വന്നിരുന്നു. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ധാരാളം പേര്. അങ്ങനെ അവിടെ വെച്ച്
ഈ പറയുന്ന രണ്ട് കക്ഷികളും തല താഴ്ത്തി ഇറങ്ങിപ്പോയി. ഉടനെ യോഗാധ്യക്ഷനായ VR കുട്ടിക്കൃഷ്ണൻ, അയാളൊരു വാഗ്മിയാണ്, സംഘാടകനാണ്. അയാള് യോഗത്തോടായി വിളിച്ചു ചോദിച്ചു മൈക്കില്, നമ്മൾ യോഗം തുടരണമോ വേണ്ടയോ? യോഗം തുടരണമാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ കൈയടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അന്തരീക്ഷം ഭേദിക്കുമാറ് 357 ആളുകളും ഘോരൻ കൈയടിച്ചു യോഗം ആരംഭിച്ചു. അപ്പോഴേക്കും സമയം 11:10. അങ്ങനെ ഈ ആവശ്യകത പറഞ്ഞു, നമുക്കൊരു സംഘടന രൂപീകരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ ആ സംഘടനയുടെ പേരും പ്രഖ്യാപിച്ചു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ, ചുരുക്കത്തിൽ KPPH. അതുകൊണ്ട് ആയില്ല. ഈ നേതാക്കന്മാർ റാഫേൽ മാഷും VR കുട്ടികൃഷ്ണൻ മേനോനും ആന്റണി മാഷൊക്കെ ഇവിടെ വെച്ച് ഒരു സംഘടന രൂപീകരിച്ചാൽ അതിനൊരു ബൈലോ വേണം. ആ ബൈലോ തയ്യാറാക്കണം. അവർ മുൻകൂട്ടി തയ്യാറാക്കി ഈ യോഗത്തിന് വരുമ്പോ തന്നെ. ആ തയ്യാറാക്കാൻ അവർ ഉപയോഗിച്ചത് ഇന്നത്തെ പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷനിലെ KPSH. അവർ പണ്ടേ അവരുടെ സംഘടനയുണ്ട്. അവരെ സമീപിച്ച് അവരുടെ ബൈലോ വാങ്ങിയിട്ട് ആവശ്യമായ മാറ്റങ്ങളോടെ എഴുതി തയ്യാറാക്കിയ ബൈലോ ആണ് അവിടെ അവതരിപ്പിച്ചത്. ആ ബൈലോ വായിച്ച് അംഗീകരിക്കുമ്പോഴേക്കും, ബൈലോ മുഴുവൻ വായിച്ചിട്ടില്ല, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത്രയേ ഉള്ളൂ, അത് വായിച്ച് അംഗീകരിക്കുമ്പോഴേക്കും സമയം 11:35. അങ്ങനെ KPPH എന്ന സംഘടന 1966 ഒക്ടോബർ മാസം 16-ാം തീയതി ജന്മം കൊണ്ടു. ഉടനെ തന്നെ അവിടെ വെച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. രണ്ടാമത്തത് അതിന്റെ അധ്യക്ഷൻ VR കുട്ടിക്കൃഷ്ണൻ മേനോൻ. തൃശ്ശൂർ വെസ്റ്റിലാണ് റാഫേൽ മാസ്റ്റർ. മണ്ണുംപേട്ട UP സ്കൂൾ ഹെഡ്മാഷാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രമുഖ സംഘാടകനും വാഗ്മിയുമായ VR കുട്ടിക്കൃഷ്ണൻ മേനോനാണ് സംഘടനയുടെ പ്രസിഡന്റ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സംഘടനക്ക് ആദ്യമായി സംഭാവന ചെയ്ത VV ആന്റണി മാഷ് മാളം, അയാളാണ് സംഘടനയുടെ ആദ്യത്തെ ട്രഷറർ. കൂടാതെ ഒരാളെയും കൂടെ തെരഞ്ഞെടുത്തു. ആരെ? പ്രഭാകര മേനോൻ, വലപ്പാട് സബ് ജില്ലയിലെ, അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ്. കൂടാതെ 12 അംഗ കമ്മിറ്റിയും. അതിൽ 12ാമത്തെ ആളെ പേരാണ് എടത്തട്ട ബാലൻ. അയാള് തലശ്ശേരിക്കാരനാണ്, ഒരു ഹെഡ്മാഷാണ്. മലയാളം എക്സ്പ്രസ് പത്രത്തിൽ ഈ സ്കെയിൽ നിഷേധിക്കപ്പെട്ടതിനെതിരെ ഒരു കൺവെൻഷൻ വിളിച്ചതിന്റെ ആ വാർത്ത കണ്ടിട്ട് വണ്ടി കയറിയ ആളാണ് അയാൾ. അയാള് ആദ്യത്തെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ, എനിക്കറിയാം, അയാൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ ഈ സംഘടനയ്ക്ക് സഹായിക്കാൻ വേണ്ടി അന്നത്തെ നാട്ടിക MLA ആയ NK ശേഷൻ ഉണ്ടായിരുന്നു. MLA ആണ് അയാൾ. പിന്നെ കൂടാതെ അയാൾ കേരളവർമ്മ കോളേജിലെ ഒരു പ്രൊഫസറായി കൂടിയായിരുന്നു. കേരളവർമ്മ തൃശ്ശൂർ കോളേജിൽ. അയാള് സഹായത്തോടു കൂടിയാണ് ആദ്യത്തെ ഒരു നിവേദനം സംഘടന ഉണ്ടാക്കുന്നത്. നിവേദനം കൊടുത്തത് ഗവർണർക്കും DPIക്കും. അപ്പൊ ചോദിക്കുക, എന്താ നിവേദനം മന്ത്രിക്കല്ലേ കൊടുക്കുക? അന്ന് കേരളത്തിൽ മന്ത്രിസഭയില്ല, പ്രസിഡന്റ് ഭരണമാണ്. പ്രസിഡന്റിന്റെ പ്രതിനിധി ആരാണ്? ഗവർണറാണ്. അങ്ങനെയാണ് ഗവർണർക്ക് കൊടുത്തത്. പല സ്റ്റെപ്പുകളും സെക്രട്ടേറിയറ്റിന്റെ കയറി ഇറങ്ങിയിട്ടൊന്നും ഈ സ്കെയിൽ അനുവദിച്ചില്ല. നമ്മൾ ആവശ്യം ഉന്നയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു. 12 മാസം ജോലി ചെയ്തിട്ടും സറണ്ടർ ആനുകൂല്യമില്ലാതെ, അതായത് ഏർലി ലീവ് ആനുകൂല്യമില്ലാതെ പ്രധാന അധ്യാപകരായി ജോലി ചെയ്യേണ്ട ഹതഭാഗ്യരായ പ്രധാന അധ്യാപകർക്ക് ഹെഡ്മാഷയുടെ ജോലി നോൺ വെക്കേഷൻ സ്റ്റാഫായിട്ട് അംഗീകരിക്കണം എന്ന ഒരു ഡിമാൻഡ്, ഹെഡ്മാസ്റ്റർ സ്കെയിൽ അനുവദിക്കണം എന്ന രണ്ടാമത്തെ ഡിമാൻഡ്. ഈ 2 ഡിമാൻഡ് അനുവദിച്ചിട്ട് അടുത്ത വർഷം കാത്തിരുന്നിട്ടും 67 കഴിഞ്ഞിട്ടും സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 17/10/1968 സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി KPPH. ഈ അനിശ്ചിതകാല നിരാഹാരം തീരുമാനിച്ചപ്പോ അപ്പോഴാണ് സംഘടനയ്ക്ക് ബോധോദയം വന്നത്. സംഘടനയ്ക്ക് ഒരു കൊടി വേണ്ടേ, സമരപ്പന്തലിൽ ഒരു കൊടി കെട്ടണ്ടേ എന്ന ആലോചന വന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ആലോചിച്ചു.
സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാവരോടും പറഞ്ഞു, ഇപ്പൊ നിങ്ങളൊക്കെ ലോഗോ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ നമ്മുടെ KTPH യുക്തമായ ഒരു കൊടി ഓരോ കമ്മിറ്റി മെമ്പർമാരും തയ്യാറാക്കി കൊണ്ടുവരണം, നമുക്ക് ഏറ്റവും നല്ല യോജിച്ചൊരു കൊടി തിരഞ്ഞെടുക്കാം. അങ്ങനെ പലരും കൊണ്ടുവന്നു. അന്ന് സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരാളാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹെഡ്മാസ്റ്ററായ ഹെഡ്മാസ്റ്ററായ നമ്മുടെ പിന്നെ PM സുകുമാരൻ മാഷ്. അയാൾ ഉണ്ടാക്കിയ കൊടിയാണ് അന്ന് അംഗീകരിക്കപ്പെട്ടത്. 3:2 എന്ന റേഷ്യോയിൽ ഒരു ഭാഗത്ത് വെള്ളയിൽ KPPH എന്ന് കുത്തനെ രേഖപ്പെടുത്തുകയും കൂടാതെ ഈ നടുക്കൊരു നിലവിളക്കും 5 തിരിയുള്ള പ്രഭാപൂരവും, അതാണ് KPPHയുടെ പതാക. ആ പതാകയാണ് അന്ന് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞ 17/10/68 നിരാഹാരം തുടങ്ങി. 3-ാം ദിവസം നമ്മുടെ NK ശേഷൻ MLA ആണല്ലോ അയാൾ, നമ്മളെ സഹായിച്ച അയാള് നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു. നമ്മുടെ സ്കെയിലിനെ പറ്റിയും നമ്മൾ ഈ സമരം ചെയ്യുന്നതും അവരുടെ ഡിമാൻഡ് ഇന്നതാണ്, അക്കാര്യത്തിൽ സർക്കാർ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നത് NK ശേഷൻ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്ന് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ പ്രഖ്യാപിച്ചു, ആ സ്കെയിലും ശമ്പള സ്കെയിലും പിന്നെ ഈ സറണ്ടറിനും ഏൺ ലീവിനും അവർക്ക് അർഹതയുണ്ട്, അത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ സമരവും പിൻവലിച്ചു. എന്നിട്ടും ഈ ഉത്തരവ് വരുന്നില്ല. 1969 69 ഒരു 68 തന്നെ മറ്റൊരു സംഭവം ഉണ്ടായത്, ഈ ഉണ്ണിത്താൻ കമ്മീഷൻ ശമ്പളത്തിലെ അനോമലി പരിഹരിക്കാൻ വേണ്ടി ഒരു വേലായുധൻ കമ്മീഷൻ നിശ്ചയിച്ചു. വേലായുധൻ കമ്മീഷൻ എറണാകുളത്തെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ സിറ്റിംഗ് നടത്തി. നമ്മുടെ നേതാക്കന്മാർ അവിടെ പോയി നിവേദനം കൊടുത്തു. പക്ഷെ അവരും അംഗീകരിച്ചു ശമ്പള സ്കെയിൽ കൊടുക്കണം, ഈ ലീവ് ഏൺ ലീവ് ആനുകൂല്യം കൊടുക്കണം. പക്ഷെ ഉണ്ടായില്ല. ഏറെ താമസിയാതെ 9/6/69 ഹെഡ്മാഷന്മാരെ നോൺ വെക്കേഷൻ സ്റ്റാഫായിട്ട് അംഗീകരിച്ചു. ഹെഡ്മാഷന്മാരെ നോൺ വെക്കേഷൻ സ്റ്റാഫായിട്ട് അംഗീകരിച്ച് ഉത്തരവായി. അതിനുശേഷം വീണ്ടും നമ്മൾ സ്കെയിലിന്റെ പിറകെ നടന്നു. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ലോക്ക് ചെയ്യാൻ KPUT രംഗത്ത്. എന്താ കാരണം? 2 കാര്യം. നമുക്ക് പ്രത്യേക സ്കെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സംഘടനയിലേക്കുള്ള 5,000-6,000 വരുന്ന പ്രൈമറി ഹെഡ്മാസ്റ്റർമാരെല്ലാം എങ്ങോട്ട് ഒഴുകും? ഈ പുതിയ സംഘടനയിലേക്ക് ഒഴുകും. അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് അംഗീകാരവും കിട്ടരുത്, ഈ സംഘടനയ്ക്ക് ഒരു ആനുകൂല്യം കിട്ടരുത്. അത് KPUT ശ്രമിച്ച് വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ അവർ ശ്രമിച്ച് കിട്ടാൻ പാടില്ല. ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും എല്ലാം അവർ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് എല്ലാം ലോക്ക് ചെയ്തു. അങ്ങനെ ലോക്ക് ചെയ്തിട്ട് അവസാനം ഒരു ഗത്യന്തരമില്ലാതെ ആ EMS മന്ത്രിസഭ മാറി. പിന്നെ 71 അച്യുതമേനോൻ മന്ത്രിസഭ വന്നു. വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് തന്നെ ആ സ്ഥാനം ഏറ്റെടുത്തു. 1971 സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സമര പ്രചരണ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജാഥ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. ഓരോ വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങളിലും ആവേശജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജാഥ അങ്ങനെ മുന്നോട്ട് പോവുക. വടകരയൊക്കെ ഗംഭീര സ്വീകരണം ഉണ്ടായിരുന്നു, കോഴിക്കോടും സ്വീകരണം ഉണ്ടായിരുന്നു. കാരണം വടകര വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രം വടകരയിൽ, കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രത്തിന്റെ സ്വീകരണം കോഴിക്കോടായിരുന്നു. അങ്ങനെ ജാഥ തൃശ്ശൂരെത്തി. തൃശ്ശൂരെത്തുമ്പോഴേക്കും നമ്മുടെ ഈ ജാഥയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ PV ദാമോദരൻ ആണ്. PV ദാമോദരൻ കൊട്ടാരക്കര, അയാളാണ് ജാഥ ക്യാപ്റ്റൻ. ഈ തലശ്ശേരിക്കാരനായ ബാലരാജാണ് ജാഥയുടെ ഡയറക്ടർ. അങ്ങനെ ജാഥ തൃശ്ശൂരിലെത്തിയപ്പോഴേക്കും മുഖ്യമന്ത്രി അച്യുതമേനോന്റെ ഒരു കത്ത് കിട്ടി റാഫേൽ മാഷക്ക്. പ്രിയ റാഫേൽ മാസ്റ്റർ, നിങ്ങൾ സമര പരിപാടി തൽക്കാലം നിർത്തിവെച്ച് ഉടനെ തന്നെ തിരുവനന്തപുരത്ത് എത്തുക, 2 വരി മാത്രം. അങ്ങനെ സമരം അവിടെ വെച്ച് നിർത്തി. എല്ലാവരും സന്തോഷത്തിൽ ആറാടി. അവര് പിറ്റേ ദിവസം തന്നെ നമ്മുടെ നേതാക്കന്മാർ തിരുവനന്തപുരത്തെത്തി. മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ വരാൻ വേണ്ടി പറഞ്ഞു. രാവിലെ നമ്മുടെ നേതാക്കന്മാർ റാഫേൽ മാഷും VR കുട്ടിക്കൃഷ്ണ മേനോനും
മറ്റുള്ള ആളുകളും കൂടി അവിടെ സംഘടനാ നേതൃത്വം അവിടെ എത്തിയപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരൊക്കെയായിരിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ സെക്രട്ടറി ഉണ്ട്, കൂടാതെ വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ട്. അപ്പോ ഇവരെയും കൂടെ വിളിച്ചിരുത്തി നമ്മുടെ പ്രശ്നം പറയാൻ പറഞ്ഞു, ചർച്ച ചെയ്തു. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അവർക്ക് കൊടുക്കാം. അപ്പൊ തന്നെ നമ്മുടെ നിവേദനം അവിടെ ഉണ്ടല്ലോ, ആ ഫയലിന്റെ അടിയിൽ നോട്ട് എഴുതി കൊടുത്തു, ഹെഡ് മാസ്റ്റർ സ്കെയിൽ കൊടുക്കാൻ വേണ്ടി. പക്ഷേ അതും സ്കെയിൽ കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറിയിൽ നിന്ന് ആ ഫയൽ പിന്നെ നീങ്ങിയില്ല. അവിടെയും പൂട്ട് വീണു. അങ്ങനെ പിന്നെയും കാത്തിരുന്ന് ആണ് 1974 ഏപ്രിൽ മാസം 24-ാം തീയതി ഈ സംഘടനയുടെ ഈ സമര പരിപാടിയുടെ ഭാഗമായി സംഘടനയ്ക്കൊരു ശമ്പള സ്കെയിൽ അനുവദിച്ചുകൊണ്ട് ഉത്തരവായത്. ആദ്യത്തെ ഉത്തരവ് നമ്പർ 55/1973, എസ് എഡ്യൂക്കേഷൻ ഡേറ്റഡ് 24/4/1973. ആ ഉത്തരവിലെ ആദ്യത്തെ സെന്റൻസ് എന്താണെന്ന് അറിയോ? അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഘടനയുടെ ആ ഒരു ത്യാഗത്തെ പറ്റി മനസ്സിലാകും. ഇത് ഹെഡ് മാസ്റ്റേഴ്സ് ഓഫ് എയ്ഡഡ് പ്രൈമറി സ്കൂൾ ഹാവ് ബീൻ ഡിമാൻഡിങ് ഹയർ സ്കെയിൽ ഓഫ് പേ സിൻസ് ദ റിപ്പോർട്ട് ഓഫ് ദി പേ കമ്മീഷൻ വാസ് പബ്ലിഷ്ഡ്. ഇതാണ് തുടക്ക സെന്റൻസ്. ഈ പേ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത ദിവസം മുതൽ, തീയതി മുതൽ നമ്മൾ ഈ ഡിമാൻഡ് ചെയ്യുന്നത് ശമ്പള സ്കെയിലിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നു. അതിനാൽ തൊട്ട താഴെ പറയുന്നു ഏതാ ശമ്പള സ്കെയില്? നേരത്തെ കമ്മീഷൻ പറഞ്ഞത് 130, 250. അതിനേക്കാൾ ഉയർന്ന സ്കെയില് കിട്ടി. 175, 315 സ്കെയിലാണ് നമുക്ക് തന്നത്. അപ്പോ നാം പറഞ്ഞു വന്നത് 1966 നമ്മളൊരു സംഘടന രൂപീകരിച്ചെങ്കിലും ഈ 6 കഴിഞ്ഞ് 7 കൊല്ലത്തെ ഏകദേശം 7 കൊല്ലത്തെ പോരാട്ടങ്ങൾക്കും നമ്മുടെ നേതാക്കന്മാരുടെ അക്ഷീണമായ പ്രവർത്തനങ്ങളുടെയും ത്യാഗത്തിന്റെയും ഫലമായി നേടിയെടുത്തതാണ് ഈ ശമ്പള സ്കെയിൽ. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് അംഗീകാരം കിട്ടി 72-ൽ. ഈ അംഗീകാരം തടയാൻ ഇവർ ശ്രമിച്ചിരുന്നു. ഈ അംഗീകാരത്തിന്റെ കെട്ട് പൊട്ടിച്ചത് എങ്ങനെയാണെന്നറിയോ? കെട്ട് പൊട്ടിച്ചത് നമ്മുടെ സംസ്ഥാന സ്ഥാപക ജനറൽ സെക്രട്ടറിയുടെ സുഹൃത്താണ്, അന്നത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും സാഹിത്യകാരനുമായ NV കൃഷ്ണവാര്യർ. അയാളുടെ വീട്ടിന് തൊട്ടടുത്താണ് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ശ്രീ TC നാരായണൻ നമ്പ്യാർ താമസിക്കുന്നത്. അങ്ങനെ റാഫേൽ മാസ്റ്റർ ശ്രീ നമ്മുടെ NV കൃഷ്ണൻ വാര്യരോട് ഈ സംഗതി പറഞ്ഞ് ഇതിൽ ഇടപെടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ NV കൃഷ്ണ വാര്യർ ഇടപെട്ട് ആരോട് പറഞ്ഞു? നമ്മുടെ TC നാരായണൻ നമ്പ്യാർ DPIയോട് പറഞ്ഞു. DPI തന്നെ എന്ത് ചെയ്തു? ഇത് റിപ്പോർട്ട് എഴുതി ശുപാർശയോടുകൂടി മന്ത്രിക്ക് അയച്ചു. അങ്ങനെയാണ് അതിന്റെ അംഗീകാരം നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. 1978 എല്ലാവർക്കും സീനിയർ ഗ്രേഡ് കൊടുത്തു. ഈ സീനിയർ ഗ്രേഡ് കൊടുത്തപ്പോ 25 കൊല്ലത്തെ സീനിയർ ഗ്രേഡില്ലേ, അത് കൊടുത്തപ്പോൾ നമുക്ക് ഗ്രേഡില്ല. അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചു. നമ്മുടെ PNK നായരൊക്കെ ആയിരുന്നു അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. അങ്ങനെ 1983 നമ്മുടെ നോഷണലായിട്ട് സീനിയർ ഗ്രേഡ് നമുക്ക് കിട്ടി. അപ്പോഴേക്കും നമുക്കറിയാം കേരളത്തിലെ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് ഹയർ ഗ്രേഡ് ഉണ്ട്. 27 കൊല്ലം സർവീസ് ഉണ്ടെങ്കിൽ ഹയർ ഗ്രേഡ്. ആ ഒരു പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. പ്രൈമറി ഹെഡ്മാസ്റ്റർമാർക്കും ഒരു ഹയർ ഗ്രേഡ് വേണം. അങ്ങനെ ഹയർ ഗ്രേഡ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം നമ്മൾ നൽകി. ആ നിവേദനം നൽകിയിട്ടെല്ലാം അതൊക്കെ ജലരേഖ പോലെ കിടക്കുന്നു. അങ്ങനെ ഒടുവിൽ 1983 മെയ് 2-ാം തീയതി അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ.
അങ്ങനെ 3-ാം ദിവസം നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു. ഹയർ ഗ്രേഡ് നിങ്ങൾക്ക് എന്തായാലും അർഹതപ്പെട്ടതാണ്, നിങ്ങൾക്ക് അധികം താമസിയാതെ ഉത്തരവിടാമെന്ന് ഉറപ്പ് നൽകി. ആ ഉറപ്പും കൊണ്ട് നമ്മുടെ നേതാക്കന്മാർ തിരിച്ചു പോന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരവില്ല. ആ അവസരത്തിലാണ് വീണ്ടും ഒരു ശക്തമായ 10 മടങ്ങ് ശക്തിയോടുകൂടി മറ്റൊരു അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. എപ്പോഴാരംഭിച്ചത്? 1983 ഡിസംബർ 7-ാം തീയതി. TNK നായരാണ് അതിന് അന്നത്തെ ജനറൽ സെക്രട്ടറി. ടി കുഞ്ഞിരാമൻ മാസ്റ്ററാണ് അന്നത്തെ വടകര വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി. ഇന്നത്തെ പോലെ റവന്യൂ അല്ല, അന്ന് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറിയാണ് മെയിൻ ആയിട്ടുള്ളത്. അന്ന് ഈ സമരത്തിന് ഈ നിരാഹാരം എടുക്കുന്ന ആളുകളെ, നിരാഹാരം എടുക്കുമ്പോൾ അവശനിലയിലാവും, ആസ്പത്രിയിലാക്കും, പകരം ആള് വേണം. അങ്ങനെ ഈ സ്റ്റാൻഡ് ബൈ ആയിട്ട് ആളുകളെ കണ്ടെത്തി നിർത്തേണ്ട ചുമതല ടി കുഞ്ഞിരാമൻ മാഷ്. അങ്ങനെ ടി കുഞ്ഞിരാമൻ മാഷ് മാത്രമല്ല, ഈ എല്ലാ ജില്ലയിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് ആളുകൾ എവിടെ വരണം? സമരപന്തലിൽ വരണം. 2-3 ആളുകൾ നിരാഹാരം കിടക്കുകയും വേണം. അങ്ങനെ നിരാഹാരം കിടക്കാൻ തുടങ്ങി. ആ നിരാഹാരത്തിൽ പങ്കെടുത്ത ഒത്തിരി പേരുണ്ട്. ആ ഒത്തിരി പേരിൽ പ്രധാനപ്പെട്ട ആളുകളുടെ നമ്മൾ അറിയണം. ഒന്ന് തളിപ്പറമ്പത്തുള്ള പത്മനാഭൻ തമ്പ്യാരാണ്. പിന്നെ തിരുവനന്തപുരത്തുള്ള ശ്രീധരൻ നായർ, പിന്നെ VG കുര്യാക്കോസ്, പിന്നെ ഉള്ളത് കോഴിക്കോട് മൊയ്തീൻ ഷാ, പിന്നെ ശൗരി മാഷ്, AN ശ്രീധരൻ, മലപ്പുറത്തുള്ള KVK എറനാട്. ഓരോ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അവശനിലയിൽ നിരാഹാരം കിടക്കുന്ന നേതാക്കന്മാരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആംബുലൻസിന്റെ പിന്നാലെ KPPHയുടെ പ്രവർത്തകരും വാഹനത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആസ്പത്രിയിലെത്തി. അങ്ങനെ വലിയ ഒരു ആവേശ തള്ളിച്ചയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ അവസരയിലാവുമ്പോൾ പകരം മറ്റൊരാളെ കിടത്തും. 2-3 ആളുകൾ എപ്പോഴും സ്ഥിരമായ സമരപ്പന്തലിൽ ഈ നിരാഹാരം ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. ആയിടക്കാണ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ ധീരനായ പഴയകാല നേതാവായ KVK എറനാടൻ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ മതപരമായ അനുഷ്ഠാനം, നിസ്കാരം, നമ്മളെ സമരപ്പന്തലിൽ തുണി വിരിച്ച് അദ്ദേഹം നിസ്കാരം നടത്തിയപ്പോൾ ഈ സമരപ്പന്തലിൻ്റെ അടുത്ത് എപ്പോഴും പത്രക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് കണ്ട കേരള കൗമുദിക്കാരൻ ഇദ്ദേഹം നിസ്കരിക്കുന്ന ഒരു പടം എടുത്ത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ കൊടുത്തു. അപ്പോൾ കേരളം മുഴുവൻ അറിഞ്ഞു, എന്ത്, കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രൈമറി ഹെഡ്മാസ്റ്റർമാരുടെ സമരം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഫ്രണ്ട് പേജിലേ ഉള്ളത്. അത് റിപ്പോർട്ടും വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സമരത്തിന് വലിയൊരു പ്രേരണം കിട്ടി അദ്ദേഹത്തിൻ്റെ ആ മതാനുഷ്ഠാനം. അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. സമരം ഇങ്ങനെ നീണ്ടുപോവുക. 10-11 എത്തി. എത്തിയപ്പോഴേക്കും 14-15 ആയി. സമരം അവസാനിപ്പിക്കുന്ന ലക്ഷ്യം കാണുന്നില്ല. അന്ന് വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബാണ്, അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനാണ്. ടി കുഞ്ഞിരാമൻ മാഷും PNK നായരൊക്കെ കൂടി അവരുടെ സൂത്രശാലികളാണല്ലോ. അവര് വളരെ സമർത്ഥമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തും സമരപ്പന്തലിലുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഹെഡ്മാസ്റ്റർമാരെ തിരഞ്ഞുപിടിച്ച് അവരുമായി കൂടി ആലോചിച്ച് അവര് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ നമ്മുടെ KPPHയുടെ പ്രവർത്തകന്മാരും അല്ലാത്ത ആളുകളുണ്ട്, അതിനകത്ത് ക്രിസ്ത്യൻസ് അല്ലാത്ത ആളുകളും കൂടെ പോയി കണ്ട്, തിരുമേനിയായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. അവര് നമ്മുടെ 10-14 ദിവസം അവിടെ നിരാഹാരം ഇരിക്കുന്ന കാര്യവും അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ തിരുമേനിക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ തിരുമേനി ഇവരെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മുമ്പാകെ വെച്ച് ഫോൺ എടുത്ത് കറക്കി, മൊബൈലൊന്നും അല്ലല്ലോ, ഫോൺ എടുത്ത് കറക്കി മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ കേരളത്തിലെ എയ്ഡഡ് പ്രൈമറി ഹെഡ്മാസ്റ്റർമാര് അനിശ്ചിതകാല നിരാഹാരം 10-15 ദിവസം പിന്നിടുകയാണ്. കുറെ പേര് ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനിയും അവര് അവിടെ കിടക്കുന്നുണ്ട്.
ഈ 24-ാം തീയതി 25-ാം തീയതി ക്രിസ്മസ് ആഘോഷമാണ്. ആ ദിവസങ്ങളിലും നമ്മുടെ ഈ പാവപ്പെട്ട ഹെഡ്മാസ്റ്റർമാര് പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു പരിഹാരം കാണണമെന്ന് തിരുമേനി വളരെ ദയാപൂർവം ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ ആ സെക്കൻഡ് വെച്ചിട്ട് മുഖ്യമന്ത്രി കരുണാകരൻ വിദ്യാഭ്യാസ മന്ത്രിയായ ടി.എം. ജേക്കബിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ആ പ്രശ്നം ഉടനെ അവസാനിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ഉടനെ ഫയലെടുത്തു. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇവിടെ സെക്രട്ടറിമാരെയും മറ്റുള്ള ആളുകളെയും പെട്ടെന്ന് വിളിപ്പിച്ച് ആ ആനുകൂല്യം കൊടുക്കാൻ അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചു. ഫയലെഴുതി. ഉടനെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ താല്പര്യം കണ്ടിട്ടാവാം അദ്ദേഹം നേരിട്ട് സമരപന്തലിൽ വന്നു. പന്തലിൽ വന്നിട്ട് അവിടെ മൈക്ക് വാങ്ങി ഇവരെ ആശീർവദിച്ച് മാത്രമല്ല ഹെഡ്മാസ്റ്റർമാർക്ക് ഹയർ ഗ്രേഡ് അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ പ്രവർത്തകന്മാർ എങ്ങനെയാണെന്ന് അറിയില്ല 2-3 ഗ്ലാസ് നാരങ്ങ നീര് കൊണ്ടുവന്ന് ഈ മന്ത്രി ടി.എം. ജേക്കബിനെ കൊണ്ട് തന്നെ ഈ നിരാഹാരം അനുഷ്ഠിച്ചിരിക്കുന്ന ഈ സമര സേനാനികൾക്ക്, യോദ്ധാക്കൾക്ക് ഈ നാരങ്ങാനീര് കൊടുത്ത് ആ സമരം അവസാനിപ്പിച്ചു. അങ്ങനെയാണ് ഒക്ടോബർ 22-ാം തീയതി വരെ ഈ ഡിസംബർ 7 മുതൽ ഡിസംബർ 22 വരെ 16 ദിവസത്തെ ഐതിഹാസികമായ ആ നിരാഹാര സത്യാഗ്രഹം വഴി നാം നേടിയെടുത്ത ഒരു ആനുകൂല്യമാണ് ഹയർ ഗ്രേഡ്. ഹയർ ഗ്രേഡ് ഉത്തരവ് വന്നു. എപ്പോ 2 ആഴ്ച കഴിയുമ്പോഴേക്കും 4 GO/MS 3/1984 ഡേറ്റഡ് 4/1/84 ഇത് സർക്കാർ പുറപ്പെടുവിച്ചു. ഇതൊരു ചെറിയ നിസ്സാര കാര്യമാണോ? എത്ര കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ നേടിയെടുത്തത്. ഇന്ന് ഹയർ ഗ്രേഡ് വാങ്ങുന്ന, ഹയർ ഗ്രേഡ് പ്രപ്പോസൽ കൊടുക്കുന്ന അധ്യാപകരറിയുമോ, പ്രധാന അധ്യാപകരറിയുമോ നമ്മുടെ പൂർവികന്മാർ ഇതിനു വേണ്ടി വഹിച്ച ത്യാഗവും പിന്നെ ആത്മപീഡയും കഷ്ടപ്പാടുകളും എത്രയുണ്ടെന്ന് ഇവരാരെങ്കിലും അറിയൂ? ഇന്നത്തെ തലമുറ മിക്കവാറും ചിലർക്കെങ്കിലും അറിയാം, പക്ഷേ പലരും അതിനെപ്പറ്റി ഓർക്കാറില്ല. നമ്മുടെ ആദരണീയനായ മമ്മൂട്ടി സിനിമാ നടൻ ഈയിടെ പറഞ്ഞൊരു പ്രസിദ്ധമായ വാക്കുണ്ട്, നമ്മൾ ചോറിൽ കൈകുത്തുന്നത് പാവപ്പെട്ട കർഷകർ ചേറിൽ കൈ വെച്ചതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ കർഷക തൊഴിലാളികളൊക്കെ ചളിയിൽ കൈവച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ചോറിൽ കൈവെക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഹയർ ഗ്രേഡ് ഒക്കെ നമ്മൾ വാങ്ങിക്കൂട്ടിയത്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, അതിൽ കൈവെക്കുന്നത് അന്നത്തെ പ്രധാന അധ്യാപകര്, ഒരു കൂട്ടം അധ്യാപകര് സെക്രട്ടേറിയറ്റ് നടയിൽ മരണത്തെ നേരിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ശ്വാസം മാത്രം നിലനിൽക്കുന്ന അവസരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവർക്ക് കാവൽക്കാരായിട്ട് 10, 60, 90 ആളുകളെ ദിവസം അണിനിരത്താനും സാധിച്ച ഒരു സംഘടന. അത് ചെറിയ ഒരു 16 ദിവസത്തെ അനിശ്ചിതകാല നിരാഹാരം വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാത്രമോ ഇന്ന് ഏതെങ്കിലും ഒരു അധ്യാപക സംഘടന സമരത്തുമായിട്ട് മുന്നോട്ട് വന്നാൽ ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊള്ളുന്ന സമീപനമാണ്. അത് ന്യായമായാലും അന്യായമായാലും 2 മുന്നണി അതിൽ ആരും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അന്നത്തെ ആ സർക്കാർ എന്തുകൊണ്ടോ, നമ്മുടെ ഭാഗ്യം കൊണ്ട് തന്നെ പറയാം, ആദരണീയനായ ആ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഇടപെടലും അന്നത്തെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് കൊടുത്ത ആ സൗമനസ്യവും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശ്രീമാൻ ടി.എം. ജേക്കബ് കാണിച്ച ജാഗ്രതയും ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഈ ഹയർ ഗ്രേഡ് നേടിയെടുത്തത്. അതിനെ തുടർന്ന് നമുക്കൊരു സംഭവം, നമ്മൾ നേടിയെടുത്ത നേട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന TA. നിങ്ങൾക്ക് ഇന്ന് TA ഒരു പ്രശ്നമല്ല. കാരണം 1 ലക്ഷത്തിലധികം ഇമോളിമെന്റ് ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് ഒരു 2 TA കിട്ടുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. കാര്യമില്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അത്ര വലിയ കുറെ പേരെങ്കിലും അതിന് വലിയൊരു ഗൗരവമൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല കൊല്ലങ്ങളിലും സർക്കാർ അലോട്ട്മെന്റും കൊടുക്കാറില്ല. അതിനുവേണ്ടി വലിയൊരു സമരങ്ങളൊന്നും ഇന്ന് നടക്കാറില്ല. ഞങ്ങളൊക്കെയുള്ള കാലത്ത് ഞങ്ങൾക്കൊക്കെ
അന്നത്തെ ശമ്പളമൊക്കെ വളരെ കുറവാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ടി എ, ഒരു കൊല്ലത്തെ ടി എ ഒന്നിച്ച് കിട്ടിയാലാണ് എന്തെങ്കിലും ഒരു പൈസ നമുക്ക് എന്തെങ്കിലും ഒരു സ്വരൂപിച്ച് കിട്ടും. അതുകൊണ്ട് ഈ ടി എ അലോട്ട്മെന്റ് കിട്ടുന്നില്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോൾ ഞങ്ങൾ ധർണയും പ്രക്ഷോഭവും ഒക്കെ സംഘടിപ്പിക്കും. ഇക്കാലത്ത് നിങ്ങൾക്ക് എന്തില്ല, പലപ്പോഴും നിങ്ങളൊരു ടി എക്ക് വേണ്ടിയോ അതുപോലുള്ള സമരങ്ങളൊന്നും ഇപ്പം നടത്തി കാണാറില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ടി എ അന്നൊരു വലിയ സംഭവമാണ്. പിന്നെ 24/2/1985 ആദ്യമായി പ്രധാനാധ്യാപകർക്ക് 2 ടി എ, ഒന്ന് ട്രഷറിയിലേക്കും ഒന്ന് AEOS ഓഫീസിലേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടത്തിലേക്ക് നമുക്ക് ടി എ അനുവദിച്ചത്. തുടർന്ന് തന്നെ അക്കൊല്ലം അധ്യാപകരുടെ ലീവും ഇൻക്രിമെന്റും പാസ്സാക്കാനുള്ള അധികാരം ഹെഡ്മാസ്റ്റർമാർക്ക് കിട്ടി. ലീവും ഇൻക്രിമെന്റും പാസ്സാക്കുന്ന കാര്യം ചെറുതല്ല. കാഷ്വൽ ലീവ്, അക്കാലത്തെ കാഷ്വൽ ലീവ് ആരാ പാസ്സാക്കേണ്ടത്? ഹെഡ്മാസ്റ്റർ കാഷ്വൽ ലീവ് AEO. പിന്നെ അധ്യാപകരുടെ കാഷ്വൽ ലീവ് ഹെഡ്മാസ്റ്റർ പാസ്സാക്കും. ഹെഡ്മാസ്റ്റർ കാഷ്വൽ ലീവ് എടുക്കണമെങ്കിൽ ആര് പാസ്സാക്കി തരണം? ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പാസ്സാക്കി തരണം. അതുകൊണ്ട് നാളെ കാഷ്വൽ ലീവ് എടുക്കാൻ ഒരു ഹെഡ്മാസ്റ്റർക്ക് നാളെ കാഷ്വൽ ലീവ് എടുക്കണമെങ്കിൽ ആ ലീവ് ലെറ്ററുമായിട്ട് ഹെഡ്മാസ്റ്റർ എവിടെ പോകണം? AEOS ഓഫീസിൽ പെട്ടിയിലിടണം. എന്നിട്ട് അത് പാസ്സാക്കി വാങ്ങി, പാസ്സാക്കി കിട്ടിയാൽ മാത്രമേ നമുക്ക് കാഷ്വൽ ലീവ് രജിസ്റ്ററിൽ എഴുതിക്കൂടും. അല്ലാതെ കൊടുത്തിട്ട് ഇന്ന് നമ്മളവിടെ എഴുതി വെക്കുകയില്ല, എഴുതലുമില്ല, വെക്കലുമില്ല, നമ്മൾ ലീവാണെന്ന് അവിടെ ചേർക്കും. അല്ലേ? അതല്ലേ പലരും ചെയ്യുന്നത്. ആ ലീവ് ചേർത്തിട്ട് പോവുക, ചിലർ എടുത്തതിന് ശേഷം വന്നിട്ട് ചേർക്കും. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമ്പ്രദായം. പക്ഷേ അന്ന് ലീവ് എടുക്കണമെങ്കിൽ AEOS ഓഫീസിൽ പോയി വിവരം പറയണം. ലീവിന്റെ കോപ്പി അവിടെ കൊടുക്കണം, ലീവ് പാസ്സാക്കി എടുക്കണം. മാത്രമോ സഹാധ്യാപകരുടെ എന്തെങ്കിലും ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ലീവ് അനുവദിക്കേണ്ടത് ആരാണ്? AEO. അന്ന് സൂപ്രണ്ടൊന്നുമല്ല, അന്ന് AEO ആണ് പാസ്സാക്കേണ്ടത്. ഇൻക്രിമെന്റോ അതും AEO പാസ്സാക്കണം. ഒരു വലിയ UP സ്കൂളൊക്കെ എന്നും ലീവും ഇൻക്രിമെന്റും ഒക്കെ ഉണ്ടാവും, എല്ലാ മാസവും ഉണ്ടാവും. ഇനി മറ്റൊരു കാര്യം, ഈ ലീവൊക്കെ 20-ാം തീയതിക്ക് മുമ്പേ ആണ് ലീവ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ ശമ്പളം ബില്ലിൽ കൂട്ടി എഴുതാം. ഇനി 20-ാം തീയതിക്ക് ശേഷമാണ് ഒരു അധ്യാപകനോ ഹെഡ്മാസ്റ്ററോ അവധി എടുക്കുന്നതെങ്കിൽ ആ മാസത്തെ ശമ്പള ബില്ല് വിത്തൽ ചെയ്യണം ഈ അധ്യാപകന്റെ. എന്നിട്ട് മറ്റെല്ലാവരുടെയും ശമ്പളം മാറിയതിന് ശേഷം ആ അറിയർ ബില്ലായിട്ട് എഴുതണം. അതിനും പോകണം ആര്? ഹെഡ്മാസ്റ്റർ. AEOS ഓഫീസിൽ കൊടുക്കാനും പോകണം, ട്രഷറിയിൽ മാറാനും പോകണം. അപ്പൊ നിങ്ങളൊന്ന് നോക്ക്, നിങ്ങൾക്ക് എത്ര ഭാഗ്യവാന്മാരാണ്. അന്ന് സംഘടന ഇടപെട്ടത് കൊണ്ടാണ് ലീവ് പാസ്സാക്കാനും ഇൻക്രിമെന്റ് പാസ്സാക്കാനുള്ള അധികാരം നമുക്ക് കിട്ടിയത്. അപ്പോഴേക്കും 1988 ഞാനത് ചുരുക്കി പറയാം. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി വന്നു. ഡിവിഷൻ ബെഞ്ച് വിധി വന്നപ്പോൾ ടെസ്റ്റ് പാസ്സാകാത്ത മുഴുവൻ ആളുകളെയും പിരിച്ചുവിടണമെന്നായി. 100 ആളുകളെ പിരിച്ചുവിട്ടു, അക്കൗണ്ട് ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ സംഘടന, അന്ന് T. കുഞ്ഞിരാമൻ മാഷാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഈ റിവേർട്ട് ചെയ്യപ്പെടുന്ന അധ്യാപകരെ മുഴുവൻ സംഘടിപ്പിച്ച് സ്വരൂപിച്ച്